എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ്. ഉപ്പുമാവെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഉപ്പുമാവാണ്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അതേപോലെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ചീനിച്ചട്ടി വെച്ച് നന്നായിട്ട് ചൂടായി 4 ടേബിൾ സ്പൂണ് എണ്ണ വേണം. എണ്ണ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് ഒഴിക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി 1.5 ടീസ്പൂൺ കടുകിടുവാണേ. ഒരു 150 ഗ്രാം ഉഴുന്ന് പരിപ്പ് അതും കൂടെ നമ്മൾ കടുക് പൊട്ടുന്നു അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇട്ടിട്ടെ. ഒരു 5 വറ്റൽ മുളകുണ്ട്, അതും കൂടെ ഞാനൊന്ന് ഇട്ടോട്ടെ. 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് എടുത്തു. ഇതിനെ പൊടിച്ചു വിടാം, പൊടിക്കാതെ വിടാം. ലൈറ്റ് മെറൂൺ ആകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഉഴുന്നങ്ങ് കൂടുതൽ മൂത്ത് പോകും. അപ്പം നമ്മളൊരു വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് അതിനെ പൊടിയായിട്ട് അരിഞ്ഞത്, അത് ഇട്ടു. ഒരു 10 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് ഒരു കുടം നിറച്ച് വേണം. എന്നിട്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനെയും കൂടി ഇടും. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഉഴുന്നും അങ്ങ് മൂത്തോളൂ. ഒരു പിടി കറിവേപ്പില അതും കൂടെ ഒന്ന് ഇട്ടോട്ടെ. നല്ല എരിവുള്ള 6-7 പച്ചമുളകിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ഇട്ടു. 3 വലിയ സവാള പൊടിയായിട്ട് അരിയുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് എപ്പോഴും സിമ്മിലിട്ടേ ചെയ്യാവൂ, അല്ലെ എല്ലാം കൂടെ അങ്ങ് മൂത്ത് പോകും കണ്ടോ. 1 ടീസ്പൂൺ ഉപ്പ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സവാള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് നമുക്കെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി, മൊരിയൊന്നും വേണ്ട. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളെ അത് ഒത്തിരി അങ്ങ് വഴന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടി ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ ഇടുവാണേ. 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ടേ, അത് ഇട്ടു. ഗരം മസാലയുടെ പൊടി അതൊരു 1/2 സ്പൂണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നതേ പുട്ടും കൊണ്ടാണ്. എല്ലാവരും സമാധാനമായിട്ടിരുന്ന് കണ്ടത് പോലെ ഉണ്ടാക്കണം കേട്ടോ. 5 പേർക്ക് വേണ്ടി 5 കുറ്റി പുട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ മസാലയാണിത്. കൂടുതൽ എടുക്കുവാണെങ്കിൽ അതിന് മസാല കൂട്ടിയെടുക്കണം കേട്ടോ. പുട്ടിനെ എല്ലാം നമുക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കണ്ടോ. ഇങ്ങനെ എല്ലാ പുട്ടും പൊടിച്ചു. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഹൈയിൽ വേണ്ട, സിമ്മിലിട്ടാൽ മതി, അല്ലെ മീഡിയം, അതിൽ കൂടുതൽ പോവരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. കണ്ട ഇങ്ങനെ മറിച്ച് എടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഇളക്കി മറിച്ചെടുക്കുമ്പോഴത്തേക്ക് സൂപ്പർ ഉപ്പുമാവായിട്ട് വരും. ഉപ്പൊരു പൊടിക്ക് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പൂർത്തീകരിക്കാനായിട്ട് ഇടുന്നത്. അതുപോലെ അരിപ്പൊടി ഉണ്ടോ, സൂപ്പറായിട്ട് ഉപ്പുമാവ് പുട്ടുപ്പുമാവ് ഉണ്ടാക്കാം. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം തന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.